ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. കുളി കഴിഞ്ഞു. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് വീഡിയോ എടുക്കണില്ലെന്ന് വിചാരിച്ചാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നി അത് കിടക്കട്ടെ ഒരു വീഡിയോ. അപ്പോൾ നമുക്കിന്ന് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ കുഞ്ഞ് ഒരു വിശേഷം നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൂജുട്ടിയും കണക്കുട്ടിയും ക്ലാസ്സിൽ ഇറങ്ങുമ്പോൾ അവരെ കൂടെ പോകണം. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. എന്നിട്ട് ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും നമ്മുടെ ലൈവ് ആകുമ്പോഴേക്കും തിരിച്ചിങ്ങോട്ട് തന്നെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി നമ്മളന്ന് സ്റ്റിച്ച് ചെയ്ത ചുരിദാറൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒരു എന്താ പറയുക സൺസ്ക്രീനൊക്കെ ഇട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടട്ടെ. ഇവർ പോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവരുടെ കൂടെ ഇറങ്ങണമെന്ന് വിചാരിച്ചല്ല. അപ്പോൾ പിന്നെ ഏതായാലും ഇനി ഇവരെ കൂടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ കാണുമ്പോൾ. അപ്പോൾ ഇനി വേഗം ഒരുങ്ങട്ടെ. ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം. പിള്ളേർ ഇറങ്ങുമ്പോൾ അവരുടെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചടപടേന്ന് ഈ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ കുളി കഴിഞ്ഞിട്ട് വേഗം മോയ്സ്ചറൈസർ തേച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അധികമൊന്നുമില്ല. ചിലപ്പോൾ പൗഡർ ഇടും, ചിലപ്പോൾ പൗഡർ ഇടില്ല. ഇത് രണ്ടും എന്തായാലും മസ്റ്റായിട്ട് ചെയ്യാറുണ്ട്. എന്നിട്ട് പിന്നെ ഒരു പൊട്ടും ലിപ്സ്റ്റിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞോളും. ചിലപ്പോൾ കണ്ണെഴുതും, ചിലപ്പോൾ കണ്ണെഴുതൂല. മിക്കവാറും കണ്ണെഴുതാറുണ്ട് കേട്ടോ. മറ്റേത് എനിക്കൊരു വയ്യാത്ത പോലെ ഫീൽ ചെയ്യും. ലിപ്സ്റ്റിക്ക് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇടാതിരിക്കാറില്ല കേട്ടോ. ഞാൻ പറഞ്ഞ നമ്മളെപ്പോഴും പറയണ പോലെ തന്നെ ഒരു മനുഷ്യനൊരു ആയുസ്സുള്ള ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിപ്പോൾ വേറെ ആർക്കും ദോഷമുള്ള കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് ഇത്തിരി ഒരുങ്ങി നടക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ ഒരുങ്ങും, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു മാല എന്ന് പറയുന്നത് കുറേ വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. എത്ര വർഷമായിട്ടുണ്ടാവും? ഒരു 2 വർഷമൊക്കെ ഏകദേശം ആയിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ കളറും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ഈ സംഭവങ്ങളൊക്കെ നൈറ്റ് ഞാൻ വൈകിട്ടതെല്ലാം ഉരുവയ്ക്കും. പിന്നെ രാവിലെയാണ് എടുത്ത് ഇടുക കേട്ടോ. അതാണ് ഇപ്പോൾ ഈ എടുത്തിട്ടുകൊണ്ടിരിക്കുന്നത്. കമ്മലൊക്കെ ഇട്ടിട്ട് എനിക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് വലിയ പാടാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഊരി വയ്ക്കും. എൻ്റെ കമ്മലൊക്കെ എടുത്തിട്ടു. പിന്നെ മുടി ഇതാ അപ്പം കെട്ടി വെച്ചതായിരുന്നു. അതൊക്കെ ഒന്ന് ഇനിയിപ്പോൾ ചീർപ്പിട്ട് ചെയ്യുന്നതൊന്നുമില്ല. വെറുതെ ഇങ്ങനെ അങ്ങോട്ട് മിന്നി പോലെ ഇങ്ങനെ എടുത്തിട്ടിട്ട് ഇടും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ കാറ്റ് തട്ടി അങ്ങോട്ട് ഉണങ്ങിക്കോളും. അപ്പോൾ പിന്നെ എല്ലാം കൂടെ വാരിക്കൂട്ടി നമുക്ക് അങ്ങോട്ട് മേലേക്ക് കെട്ടി വെച്ചൊരു സമാധാനമാണ്. എനിക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല വെയിലും ചൂടൊക്കെ ആയിരിക്കും. പെട്ടെന്ന് ഇതാ മുടി ചീന്തലും കഴിഞ്ഞു. ചീർപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. പൂജിട്ടി ഇതാ ഇറങ്ങിയിട്ടുണ്ട്. അവളുടെ കൂടെ ഞാനും ഇറങ്ങി. ഇനി മെല്ലെ തത്തക്കം പിത്തൊക്കെ വെച്ചിട്ട് നമുക്ക് കുളമംഗലത്ത് എത്തണം കേട്ടോ. പൂജിട്ടിങ്ങനെ വലിയ ധൃതിയാണ്. രാവിലെ എന്നെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ട് എനിക്ക് നേരം വൈകുണേന്ന് പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. ഗേറ്റ് പൂട്ടിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ സമാധാനമാണ് കേട്ടോ. ചില സമയങ്ങളിൽ ഇങ്ങനെ പൂട്ടി പോകുമ്പോൾ ഇല്ലേ കറണ്ട് ബില്ല് വരുന്ന സമയത്തൊക്കെ അവർക്ക് പാടായിരിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വേണ്ടില്ല, ഞാൻ എന്തായാലും പൂട്ടിയിട്ടാണ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. കണ്ണൻകുട്ടി ഇതിൻ്റെ മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കും. ഇവരുടെ കൂട്ടത്തിൽ പോയാൽ എന്താ അറിയോ, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് നടന്ന് പോകണ്ടല്ലോ. ഇതാകുമ്പോൾ നേരത്തെ കാലത്ത് എനിക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അത്രയും നേരം ഇരിക്കാം. പിന്നെ പോയി വന്നിട്ട് ചടപടയിൽ തന്നെ ബാക്കി കാര്യങ്ങൾ നോക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത്തിരി നേരം അവിടെ ഇരിക്കാൻ വേണ്ടി പറ്റില്ല. മറ്റേതിൻ്റെ എല്ലാം കഴിഞ്ഞ് ഒരു 11 മണിക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 12, 1, 2 മണിക്കാൻ തിരിച്ചിങ്ങോട്ട് പോരുകയും ചെയ്യും. ആകെ 2-3 മണിക്കൂർ അവിടെ ഇരിക്കാൻ കിട്ടി. അപ്പോൾ ഇന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഇത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത് കേട്ടോ. ഇന്ന് അങ്ങോട്ട് പോയിട്ട് അതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. അങ്ങനെ നമ്മൾ കുളമംഗലത്തല്ല, അവിടെയല്ല, കുറച്ച് മേലെയാണ്. ലീമാക്സിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അങ്ങനെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നു. നമ്മൾ ഓട്ടോയ്ക്ക് വേണ്ടി ഈ സ്ഥലം നിങ്ങൾക്ക് വലിയ പരിചയം ഉണ്ടാവില്ല. നമ്മൾ അവിടെ അല്ലേ നിൽക്കാറ്. അങ്ങനെ ഓട്ടോയിൽ കയറിയിട്ട് എടുത്തപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ വേണ്ടി കുറച്ച്. അപ്പോൾ ഞാനത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. മുടി ഇങ്ങനെ നമ്മൾ ഈ കാറ്റ് തട്ടുമ്പോൾ ഒക്കെ കൂടെ മേലേക്ക് പോകും. അപ്പോൾ അതാണ് ഈ കൈ വെച്ച് ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വളാഞ്ചേരി എത്തുമ്പോഴേക്കും അങ്ങോട്ട് ആകെ കൂടെ ചപ്രപ്രപ്രാതനായി പോവും. പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറുപഴം അങ്ങനെ എന്തൊക്കെയോ. ഇത് കുറേ മുന്നത്തെ ഒരു ഇപ്പം എന്നുള്ളത് വീഡിയോ എന്നല്ല കേട്ടോ, കുറേ മുന്നെടുത്തേച്ച വീഡിയോ ആയതുകൊണ്ട് എനിക്കിത് കറക്റ്റ് കാര്യങ്ങൾ ഇത് കണ്ടാലേ അറിയാൻ വേണ്ടി. അപ്പോൾ നൂലുമ്പോൾ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കുക വെച്ചാൽ ഫ്രൂട്ട്സ് മേടിക്കുക, ബാക്കിയുള്ള പലഹാരവും കാര്യങ്ങളൊന്നും കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ സാധനങ്ങൾ അവർക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ATM കയറിയിട്ട് പൈസ എടുത്താലാണ് തിരിച്ചങ്ങോട്ട് പോകാൻ. ഓട്ടോയ്ക്ക് ചാർജ് ഉണ്ടായിരുന്നു, പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ക്യാഷ് എടുക്കാൻ കയറിയപ്പോൾ അതിനകത്ത് ക്യാഷും ഇല്ല. ഞാൻ കയറിയിട്ട് വെറുതെ ശശിയായിട്ട് ഇറങ്ങി. നോക്കുമ്പോൾ പൈസ ഇല്ലാത്തല്ല കേട്ടോ, സോറി, എൻ്റെ കാർഡ് എക്സ്പയർ ആയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ വേറൊരാൾക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഷോപ്പിൽ നിന്ന് എനിക്ക് കാശ് തന്നു. എന്നിട്ട് നമ്മൾ കാവുമ്പുറത്തേക്ക് വീട്ടിലേക്ക് അവിടെ നിന്ന് ഓട്ടോ വിളിച്ചു. വീട്ടിലെത്തിയപ്പോൾ ഇവിടെ എല്ലാവരും സ്കൂളിൽ പോകാനുള്ള ധൃതിയിലാണ്. അരിഷ്ടം കൂടിയും മരുന്ന് കൂടിയും ബഹളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. രാവിലത്തെ ഒരു തിരക്കായിരുന്നു. അത്രയും നേരത്തെ ഞാൻ എത്തിയിട്ടുണ്ട്. ഈ നേരത്തെ ഞാൻ എത്താറില്ല കേട്ടോ. അങ്ങനെ പിള്ളേർ പോണതിൻ്റെ മുന്നേ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് പറ്റി. മറ്റേത് സിത്തുമാനി അച്ചൂട്ടനെന്ന ആ സമയത്ത് കാണില്ല, ഞാൻ ചെല്ലണ സമയത്ത് ഉച്ചയ്ക്ക് ആവുമല്ലോ ഞാൻ ചെല്ലുമ്പോൾ. അപ്പോൾ എല്ലാവരെയും കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നമ്മുടെ പിങ്കിമ്മയും ചെറുതും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവരങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അച്ചൂട്ടൻ വരച്ചത് എപ്പോൾ ചെന്നാലും കാണിച്ചു തരാറുള്ളതാണ്. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുക്കും കേട്ടോ. അടിപൊളിയായിട്ട് അവൻ വരയ്ക്കും. ഇവിടെ പൂജുട്ടി അവനുമാണ് നല്ലോണം വരയ്ക്കുക. അപ്പോൾ അവന് ഡ്രോയിങ്ങിനും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഡ്രോയിങ്ങൊക്കെ ചേർത്തുന്നതിൻ്റെ മുന്നേ അവൻ വരച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിൻ്റെ വേറെ ഉണ്ട് കേട്ടോ, ഇപ്പോൾ എന്നാലും കാണിച്ചു തരാറുണ്ട്. പിന്നെ അമ്മ ഓട്ടടയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇരുന്ന് കഴിച്ചു. ഓട്ടടയൊക്കെ ഞാൻ ഏത് കാലത്ത് കഴിച്ചതാണ്. നമ്മുടെ വീട്ടിൽ ഓട്ടട ഉണ്ടാക്കാറില്ല കേട്ടോ. സ്വത്ത് പൂവാടി പൊന്നാ ശ്വാസം
ഏയ് നല്ല വാശുണ്ടല്ലോ അരിഷ്ടത്തിൻ്റെ. ചാച അപ്പോൾ ഞാൻ ചവിടിക്കുന്ന സമയത്താണ് പിള്ളേർ വണ്ടി വരാറായപ്പോൾ എല്ലാവരും വന്ന് ഉമ്മയൊക്കെ തന്ന് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിന്ന് അവിടുന്ന് ചോറുണ്ടിട്ട് പോകണം, ഇല്ലെങ്കിൽ ആ അമ്മമ്മയുടെ അവരുടെ അച്ഛമ്മയുടെ എൻ്റെ അമ്മയുടെ കട്ടിലിൽ കിടന്ന് ഉറങ്ങിയിട്ട് പോയാൽ മതി. ഇതൊക്കെയാണ് അവരുടെ കുഞ്ഞു കുഞ്ഞു വാശികൾ കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പിങ്കിമ്മ കറിയുക. ഒന്ന് ആ കട്ടിലൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട് പോയാൽ മതി എന്നാവും അടുത്ത ആൾ പറയാം. അങ്ങനെ ഓരോരോ ആവശ്യങ്ങൾ. ഇന്നിപ്പോൾ രണ്ടാളും ക്ലാസ്സിന് പോയതുകൊണ്ട് വലിയൊരു സീനില്ല കേട്ടോ. അങ്ങനെ വണ്ടി വന്നിട്ട് അവരൊക്കെ അവരുടെ അമ്മമാർ ബാഗും കാര്യങ്ങളൊക്കെ വണ്ടിയിലെടുത്ത് വെച്ച് പിള്ളേരൊക്കെ അതിൽ കയറ്റി അയച്ചു. ഇനിയിപ്പോൾ അവർ കുറച്ച് നേരത്തിന് ഫ്രീ ആണ് കേട്ടോ. ഇനി ചെറുതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുത്തിമ്മയ്ക്ക് ഒരു ടോപ്പും പിങ്കിമ്മയ്ക്ക് ഒരു കുഞ്ഞൊരു ഉടുപ്പും തുന്നാൻ വേണ്ടിയിട്ട് അന്നാൾ വന്നിട്ട് നമ്മൾ വെട്ടി വെച്ചത് ഓർമ്മ ഉണ്ട്. അപ്പോൾ എടുത്തുമ്പോൾ വന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒഴിവ് പോലെ. അപ്പോൾ എനിക്ക് ഒഴിവുള്ള സമയത്താണ് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മറ്റേത് എനിക്ക് ചിലപ്പോൾ അവർക്ക് വേണമെന്നുള്ള സമയത്ത് എനിക്ക് ഒഴിവുണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഏതായാലും ഫ്രീ ആയപ്പോൾ ഞാനത് തയ്ച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ലൈനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തുമ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഷെടപടേന്ന് അത് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നല്ല ചന്ത ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇഷ്ടമായി. ഇവിടെ ഇങ്ങനെ നെക്കിൻ്റെ അവിടെ ഇങ്ങനെ ഒരു പീസൊക്കെ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് പിന്നെ പിങ്കിമ്മയുടെ ഉടുപ്പാണ്. ഇതിൻ്റെ ബാക്കി എടുത്തമ്മയ്ക്ക് തയ്ച്ചതിൻ്റെ ബാക്കി തുണിയുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഫ്രണ്ടിൽ കുഞ്ഞു കുടം ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൽ തന്നെ ഉണ്ടായിരുന്ന പ്രിൻ്റാണ് കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ. പിന്നെ അമ്മ സാമ്പാർ പണി നോക്കിക്കൊണ്ടിരിക്കുക. അതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കറണ്ട് വരും പോവും അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും, ഇരുട്ടായിരിക്കും. നമ്മുടെ പഴയ വീട് പോലെയാണ്. നമ്മൾ പഴയ റെൻ്റ് ഹൗസിൽ നിന്നില്ലേ, അതുപോലെയാണ്. ഈ ഭാഗത്ത് കുറച്ച് വെളിച്ചത്തിനൊക്കെ കുറവുണ്ടാവും, എന്നാലും കുഴപ്പമൊന്നുമില്ല. കിട്ടിയ പോലെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറ്, സാമ്പാർ, ഉപ്പേരി, പപ്പടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് വിളമ്പിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട്. ഇടയിൽ ഞങ്ങളിരുന്ന് കുറേ കാര്യം പറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഓടി ഇങ്ങോട്ട് വീട്ടിലേക്ക് പോരണം കേട്ടോ. അപ്പോൾ അമ്മേനായിട്ട് എനിക്ക് വളാഞ്ചേരി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ടൊരു മടിയാണ്. അപ്പോൾ അമ്മയും കൂടെ തുണയ്ക്ക് വരുമോ എന്ന് ചോദിച്ചിട്ട് അമ്മയെ കൂട്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ പോവാറുണ്ട് കേട്ടോ. ഒന്ന് അമ്മേനായിട്ട് ഇങ്ങനെ കറങ്ങും. അത് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. വീട്ടിലിങ്ങനെ ഇരിക്കുകയല്ലേ, ഏട്ടന്മാരും അനിയന്മാരും ഏട്ടത്തിമാരൊക്കെ ഇങ്ങോട്ട് പോകുമ്പോഴും കൊണ്ടുപോകും. പക്ഷെ നമ്മുടെ കൂടെ വരുമ്പോൾ ഞാനും അമ്മയായിട്ട് പോകുന്നത് വേറൊരു രസമല്ലേ. അപ്പോൾ പിന്നെ ഞാൻ അമ്മ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഞങ്ങൾ വെറുതെ വളാഞ്ചേരി ഒന്ന് പോയിട്ട് ഒന്നും വേണ്ടറില്ല കേട്ടോ. നമ്മുടെ അമ്മമാർക്ക് അങ്ങനെയാണല്ലോ, എന്ത് ചോദിച്ചാലും ഒന്നും വേണ്ട എന്നാണ് പറയുക. ആൾക്ക് ആകെ ഇഷ്ടം എന്ന് പറയുന്നത് ചായയും പരിപ്പോടെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊന്നും അവിടെ കിട്ടാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നില്ല. KRൽ കയറിയിട്ട് ഒരു ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചു. തണുപ്പില്ലാത്ത ജ്യൂസ് അമ്മയ്ക്ക് പറഞ്ഞു, തണുപ്പുള്ള ജ്യൂസ് എനിക്കും പറഞ്ഞു. നോക്കുമ്പോൾ എനിക്കാണെങ്കിൽ തൊണ്ടവേദന, അതിൻ്റെ ഓർമ്മയുണ്ടായില്ല. പക്ഷെ ഇത്രയും തണുപ്പുണ്ടെന്ന് വിചാരിച്ചില്ല കേട്ടോ. അമ്മയ്ക്ക് എന്തായിരുന്നു, മാംഗോ ആയിരുന്നു തോന്നുന്നു. എനിക്ക് ബദാമാണോ ഇനി ബട്ടറാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തോ ജ്യൂസാണ് ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഇനി നേരെ ഓട്ടോയിൽ കയറിയിട്ട് ഞാൻ നമ്മുടെ ഇവിടെ ഇറങ്ങും. വന്നിട്ട് അമ്മ ആ ഓട്ടോയിൽ തന്നെ തിരിച്ച് അമ്മേനെ വീട്ടിലേക്ക് ആക്കുകയും വേണം കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഒത്തിരി നേരമൊക്കെ ഞങ്ങൾ അവിടെ തെണ്ടിത്തിരിയും. ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് സന്തോഷം കിട്ടുക എന്ന് പറയണത്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വളാഞ്ചേരിയിൽ നിന്ന് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ ഓട്ടോയിൽ ഞാനും അമ്മയും കൂടെ ഓട്ടോയിലാണ് പോകുന്നത്. ഞാനിവിടെ ഇറങ്ങി, അമ്മ അങ്ങനെ ഓട്ടോയിൽ അമ്മേനെ അങ്ങോട്ട് ആക്കാൻ പറഞ്ഞു. അമ്മ അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാണ് പുറത്ത്. അയ്യോ വയ്യ. ഇനി പിള്ളേർ വരുമ്പോഴേക്കും എന്തെങ്കിലും ആക്കണം. അപ്പോൾ ചക്കരക്കിഴങ്ങ് ഉണ്ട് കിട്ടിയിട്ട്. ഇത് നമുക്ക് വേഗം പുഴുങ്ങാൻ വെക്കണം, മരിച്ചോരൊക്കെ വെക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ടപ്പേന്ന് വരെ ബാക്കി പരിപാടി ചെയ്യാം. ഇത് ആദ്യം പുഴുങ്ങാൻ വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം കേട്ടോ. വെയിൽ കൊണ്ടിട്ട് അയ്യോ എൻ്റെ മുന്നേ ഒരു രക്ഷയില്ല. ഞാൻ വേഗം ഡ്രസ്സ് മാറ്റി മുടിയൊക്കെ വാരി കെട്ടി ഒരു തണുത്ത വെള്ളത്തിൽ മുഖമൊക്കെ ഒന്ന് കഴുകിയപ്പോൾ ഒരു ചെറിയൊരു ഉഷാറൊക്കെ ഉണ്ട്. നമുക്ക് വേഗം ചക്കരക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ബാക്കി പരിപാടി വേഗം നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അമ്മ അങ്ങനെ വീട്ടിലേക്ക് പോയി. കുറച്ച് നേരമൊക്കെ അവരെ കൂടെ ഇരിക്കാൻ പറ്റിയത് വലിയെന്ന് വെച്ചാൽ എനിക്ക് മെൻ്റലി സപ്പോർട്ട് തരണത് എൻ്റെ വീട്ടുകാരെന്ന് പറയുന്നത് ഭയങ്കര പങ്കാണ് കേട്ടോ. പ്രത്യേകിച്ച് അമ്മ, നാത്തൂമാരായിക്കോട്ടെ, ഏട്ടനും അനിയനും ആയിക്കോട്ടെ, എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. വീഡിയോയുടെ കാര്യത്തിനായിക്കോട്ടെ, ഇനിയിപ്പോൾ ഞാനൊരു ദിവസം വീഡിയോ ഇടാതിരുന്ന് കഴിഞ്ഞാൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഇവർ ഭയങ്കരമാണ് സപ്പോർട്ടും. അത് ഇപ്പോൾ അവർക്കിങ്ങനെ വീഡിയോയിൽ വന്ന് സംസാരിക്കാൻ എന്താ പറയുക, ഒരു മടി, ഒരു ഷൈ ഉണ്ടാവില്ല. ഇപ്പോൾ എൻ്റെ പോലെ അങ്ങനെ നമുക്കിപ്പോൾ എൻ്റെ പോലെ അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് വലിയ മടി കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ പൂജയ്ക്കും കണക്കുട്ടിക്കും ഒക്കെ വീഡിയോയിൽ ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. നോർമലി അവർ സംസാരിക്കുക. അപ്പോൾ പിന്നെ വീഡിയോയിൽ അവർക്ക് വരും, പക്ഷെ അവർക്ക് സംസാരിക്കാൻ വേണ്ടി മടിയാണ്. പക്ഷെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് കേട്ടോ. എൻ്റെ വീഡിയോസ് എടുത്ത് സ്റ്റാറ്റസ് ഇടാനായിക്കോട്ടെ, ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴായിക്കോട്ടെ പിന്നെ ശ്രുതിയും ഏട്ടത്തിയമ്മയും എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഏട്ടനും അനിയനും അമ്മയൊക്കെ. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ്.
അവരാണ് എൻ്റെ ലോകം എന്ന് പറയണത്. എന്തൊരാവശ്യം ഉണ്ടെങ്കിലും എൻ്റെ ഇടവും വല്ലതും നിൽക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്കൊരു പേടിയില്ല കേട്ടോ. ഇനിയിപ്പോൾ നെഗറ്റീവ് എന്തെങ്കിലും വന്നാലും ഇവർ പറയാം അത് മൈൻഡ് ആക്കണ്ട, അതവിടെ വന്നോട്ടെ, അത് വന്നുകൊണ്ടേയിരിക്കും, അതൊന്നും നോക്കണ്ട, ഈ എൻ്റെ കാര്യം നോക്കിയിട്ട് ആ സമയത്ത് കറക്റ്റ് സമയത്ത് വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഇതൊക്കെ ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരു ധൈര്യമോ കാര്യങ്ങളോ വേറെ ഒന്നും വേണ്ട. ഇത് തന്നെയാണ് വലിയ സപ്പോർട്ട്. നമ്മുടെ ഫാമിലിയിൽ സപ്പോർട്ട് ഇല്ലാണ്ട് വേറെ എന്ത് കസർത്ത് കാണിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ എപ്പോഴും ചിലപ്പോൾ ഒരു ദിവസമൊക്കെ എനിക്ക് വയ്യാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറയും വീഡിയോ ഇടാണ്ടിരിക്കരുത്, വീഡിയോ ഇട്ടോളോണ്ട് ചെയ്യാതിരിക്കേണ്ട, എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലും 2 ഷോർട്സ് എല്ലാം ഇടാൻ വേണ്ടി, ഇല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും അവിടെ പോയിട്ട് ചെയ്തോ, നല്ലതാണ്, കണ്ടന്റ് അല്ലേ, പോയിട്ട് എടുത്തിട്ട് വായോ, എന്നിട്ട് അത് വീഡിയോ എടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ്റെ അനിയനാണെങ്കിൽ ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് കിട്ടിയ പറഞ്ഞ പോലെ മൂല്യമുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു കസരത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ചക്കരക്കിഴങ്ങൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ച് പിള്ളേർ വരുമ്പോഴേക്കും ഞാൻ വേഗം അടിച്ച് വാരി തുടയ്ക്കണം. നമുക്കിനിപ്പോൾ വിളക്ക് കൊളുത്തേണ്ട സമയമായില്ലേ, അപ്പോൾ ചെടിപിടീന്നേരം വേഗം കഴിച്ചിട്ടില്ലെങ്കിൽ ആകെ കൂടെ ഇനി നേരം വൈകും കേട്ടോ. അപ്പോൾ പിന്നെ അടിച്ച് വാരി തുടങ്ങി. നമ്മളെപ്പോഴും പറയാറില്ലേ വൈകിട്ടാണ് അടിച്ച് വാരി തുടയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വെപ്രാളാണ്. വയ്യാത്ത സമയത്തൊക്കെ ആണെങ്കിൽ വെച്ചാൽ ഒരു ദിവസം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ വലിയ സീനൊന്നുമില്ല. പിന്നെ ഇന്നിപ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ വേഗം തന്നെ പിള്ളേർക്കുള്ള ഫുഡും കാര്യങ്ങളും അങ്ങോട്ട് ആയപ്പോൾ ചക്കരക്കിഴങ്ങ് പുഴുങ്ങിയത് അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ബ്രെഡ് ഇരിക്കുന്നുണ്ട്, ചാമ്പ ഇരിക്കുന്നുണ്ട്, എന്തായാലും കുഴപ്പമൊന്നുമില്ല. രാത്രിയിൽ ഫുഡിൻ്റെ കാര്യം എന്തെങ്കിലും നോക്കാം. അപ്പോൾ പിന്നെ അടിച്ചു വാരി തുടക്കലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനം. ഈ ഷൂ ഇല്ലേ, ഇതിങ്ങനെ കൊണ്ടുവന്ന് വെക്കും കണ്ണൻകുട്ടി. അവൻ്റെ ഷൂ ഉണ്ടാവും, ഫ്രണ്ട്സിൻ്റെ ഷൂ ഉണ്ടാവും. അങ്ങനെ എനിക്ക് ഈ ചെരുപ്പ് ഇങ്ങനെ പരത്തിയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്താണ് കേട്ടോ. ഒരു ഷൂ റാക്ക് ഞാൻ ഓർഡർ ചെയ്യാൻ വേണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുവന്നിട്ട് കിട്ടിയാൽ ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല, ഓർഡർ ചെയ്തിട്ട് അത് നല്ലതാണോ എന്താണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എനിക്കത് മേടിക്കണമെന്ന് നല്ലൊരു ഉണ്ട്, എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതൊന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ചെരുപ്പും കാര്യങ്ങളൊക്കെ വൃത്തിയിൽ അങ്ങനെ നിന്നോളൂല്ലോ. ഇതിങ്ങനെ പരത്തിയിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ കിച്ചണും കൂടെ വേഗം അങ്ങോട്ട് തുടച്ചിട്ട് ഇടയിൽ കണ്ണൻകുട്ടി വന്നു, പൂജുട്ടി വന്നു. അവർക്കൊക്കെ കഴിക്കാൻ വേണ്ടി അവരെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചക്കരക്കിഴങ്ങും പിന്നെ അതുപോലെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ണൻകുട്ടി എടുത്ത് കഴിച്ചു, പൂജുട്ടി എടുത്ത് കഴിച്ചു. ഇതൊന്നും വീഡിയോ എടുക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല. ഓൾറെഡി എൻ്റെ കയ്യിൽ മോപ്പും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ പിന്നെ ഫുഡൊക്കെ അവർ തന്നെ എടുത്ത് കഴിക്കുകയാണ് ചെയ്തത്. ഞാൻ വേഗം നമ്മുടെ ക്ലീനിങ് പരിപാടിയിലേക്ക് നിന്നു. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തുണി ഉണക്കി വയ്ക്കാനും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആണ് ഇത്ര ധൃതി എന്ന് പറയണത്. അപ്പോൾ ഇതിപ്പോഴത്തെ വീഡിയോ അല്ല, കുറേ മുന്നേ മാലയൊക്കെ ഇടണ ഒരു 2 ആഴ്ച മുന്നേ ഒന്നും അല്ല തോന്നുന്നു, കുറേ മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യണത്. നമുക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ അങ്ങനെ വീഡിയോസ് ഇടാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസിനെ കാര്യമായിട്ട് ബാധിക്കും. യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മളൊരു നേരം പോക്കിന് ചെയ്യുന്ന കാര്യമല്ല. നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ഓരോ വീഡിയോ ഇടുമ്പോൾ അതിൽ വ്യൂസ് ഇല്ലെങ്കിൽ വലിയ പാടാണ്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ കയറി ഒന്നിങ്ങനെ മെച്ച് വരുന്ന സമയത്ത് ഒരു ദിവസം 2 ദിവസമൊക്കെ വീഡിയോ ഇട്ടില്ലെങ്കിൽ പറ്റ ഡൗൺ ആവും. പിന്നെ ഒന്നേന്ന് വെച്ചിട്ട് ഞാൻ മെനക്കെട്ട് ഉണ്ടാക്കുക തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ള പഴയൊരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. എല്ലാവരും പറഞ്ഞു വീഡിയോ ഇടാൻ നിർത്തണ്ട എന്നുള്ള രീതിയിൽ. നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണമല്ലോ, വേറെ ആരും കൊണ്ടുത്തരാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പഴയൊരു വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നാളെ മുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കറക്റ്റ് സമയത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെടിയോട് നോക്കുക, അതിൽ പയറൊക്കെ ഉണ്ടാക്കി ഞാൻ കാണിച്ചെന്നില്ലേ. ഇപ്പോൾ പയറൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 പയർ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചു. ഇപ്പോൾ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ അതങ്ങനെ വാടിപ്പോയി. ഈ വളം കൂടാത്തല്ല, പെട്ടെന്ന് ചീഞ്ഞു അത്. പിന്നെ മുരിങ്ങടലൊക്കെ ഒന്നും കൂടി ഭേദം വെച്ച് വരുന്നുണ്ട്. എല്ലാത്തിനും വെള്ളം ഒഴിച്ചു. കുറേ ആയില്ലോ. നമ്മുടെ മറ്റേ ഇതില്ലേ വേപ്പിലൊക്കെ, അത് ഞാൻ അങ്ങോട്ട് താഴത്തേക്ക് ഇറക്കി വെച്ചു കേട്ടോ, വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പം. അവിടെയൊക്കെ പൊന്തയ കാരണം അങ്ങോട്ട് പേടിയാണ്. ചിലപ്പോൾ വെള്ളം ഒഴിക്കണം എന്ന് വിചാരിച്ചാലും ഇക്കൊരു പേടി വരും. അപ്പോൾ ഞാൻ ചിലപ്പോൾ വെള്ളം ഒഴിക്കാൻ വേണ്ടി വിടും. അപ്പോൾ കരിയണ്ട വിചാരിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് ഇറക്കി വെച്ചു. ഇവിടെ ആകുമ്പോൾ വേഗം വെള്ളം ഒഴിക്കാൻ വേണ്ടി എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനല്ലെങ്കിലും പൂജിട്ടിയാണെങ്കിലും അലക്കണൊക്കെ സമയത്ത് ഈ ഭാഗത്തുണ്ടാകുമ്പോൾ വേഗം ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാമല്ലോ വിചാരിച്ചു. ഞാൻ വേഗം പോയിട്ടൊന്ന് കുളിക്കട്ടെ, നല്ലോണം വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ചക്കരക്കിഴങ്ങും കട്ടൻ ചായയും കൂട്ടിയിട്ട് നമുക്ക് ചായ കുടിക്കാം. പിള്ളേർ കഴിച്ചു കേട്ടോ, അതുകൊണ്ടാണ് അവരെ കാണിക്കാത്തത്. പിന്നെ 2 ആളുടെ കോലും അതാ ഹുദയാണ്. അവിടെ നിന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് വന്നതല്ലേ, അപ്പോൾ വീഡിയോയിൽ നിൽക്കണമില്ല. അപ്പോൾ എന്തായാലും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനി ഉമ്മർത്തിരുന്ന് പോയി സമാധാനമായിട്ട് ചക്കരക്കിഴങ്ങ് കഴിക്കട്ടെ. എൻ്റെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. ചേച്ചിക്കും, ഷാജൻ്റെ ചേച്ചിയില്ലേ, ഷർണയുടെ അമ്മ, അവർക്കും ചേച്ചിക്കും അമ്മയ്ക്കൊക്കെ നല്ല ഇഷ്ടമുള്ള സംഭവമാണ് ഈ ചക്കരക്കിഴങ്ങ്, കപ്പ കാര്യങ്ങളൊക്കെ. എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. മധുരക്കിഴങ്ങ് കഴിക്കണമെന്ന് നല്ലതല്ലേ. അപ്പോൾ അത് പുഴുങ്ങിയതുണ്ടായിരുന്നു. ഇത് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും. എനിക്കിനിപ്പോൾ രാത്രിയിലൊന്നും വേണ്ടി വരുമൊന്നുമില്ല. ഇതിൻ്റെ കുറച്ചും കൂടി ഇരിക്കണം. പിള്ളേരൊക്കെ ഒരു 2 കഷ്ണം 3 കഷ്ണം ഞാൻ കഴിച്ചു. ഞാൻ പിന്നെ കുറച്ച് അധികം ഉണ്ടാക്കിയും ചെയ്തുല്ലോ. അപ്പോൾ രാത്രിയിലും ഞാൻ ഇതന്നെ കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ മെല്ലെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ. നല്ല രസമാണ് ഈ സമയത്ത് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഒരു അസ്തമിക്കുന്ന സമയമാണ് കേട്ടോ. അസ്തമിക്കാറായിട്ടില്ല. ആ ഒരു ഭയങ്കര നല്ല രസമുള്ളൊരു വെളിച്ചമുള്ള സമയമല്ലേ, അതാണ് ഒരു മഞ്ഞ വെളിച്ചം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുകയാണ്. ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. നാളെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനി കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റ, ബൈ ബൈ, സീ യു.